Hello my dear students, welcome to another class of IGNOU University second semester students business law. Okay, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ മെയിൻ ആയിട്ട് പാർട്ടായിട്ട് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഒരു പ്രോപ്പർ ഓഫർ ആൻഡ് പ്രോപ്പർ ആക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ് പ്രോപ്പർ ഓഫർ ആൻഡ് പ്രോപ്പർ ആക്സെപ്റ്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ വാലിഡ് കോൺട്രാക്ട് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദർ മസ്റ്റ് ബി these two parties. അതായത് നമ്മളൊരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് പാർട്ടികൾ ആയിരുന്നത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. 2 or more persons, അറ്റ്ലീസ്റ്റ് 2 പേഴ്സണെങ്കിലും ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ വേണം. വൺ മേക്കിംഗ് ദ ഓഫർ ആൻഡ് അതർ ആക്സെപ്റ്റ്. ഒരു വ്യക്തി ഓഫർ മേക്ക് ചെയ്യാനും മറ്റേ വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്യാനും വേണം. ഓക്കെ, അപ്പോഴാണ് ഒരു എഗ്രിമെന്റ് ഉണ്ടാവുന്നത് അല്ലെ. ഒരു വ്യക്തി ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റേ വ്യക്തി എന്ത് ചെയ്യുന്നു, ആ ഒരു ഓഫർ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് അവിടെ എന്തുണ്ടാവും, എഗ്രിമെന്റ് ഉണ്ടാവും. The law has prescribed a certain rule of making the offer and its acceptance that must be satisfied by entering into the agreement. അതായത് കുറച്ച് റൂൾസ്, നമുക്ക് വെറുതെ ഒരു ഓഫറും അത് ആക്സെപ്റ്റൻസ് ചെയ്യാൻ പറ്റില്ല. അതിനെന്താണ് കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ റൂൾസ് എന്താണ്, ഏതൊരു ഓഫർ നമ്മൾ വെക്കുമ്പോഴും അത് വ്യക്തമായിരിക്കണം എന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മളൊരു ഓഫർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മറ്റേ വ്യക്തിക്ക്, ഇപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബിക്ക് എന്തായിരിക്കും, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കണം. അത് എന്താണ് ആ ഓഫറിൽ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് ആർക്ക് മനസ്സിലാവണം, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന ആരുടെ കടമയാണ്, ആ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കടമയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഫറിനെയും ആക്സെപ്റ്റൻസിനെ കുറിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ അത് തന്നെയാണ്, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്. നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. സെക്കൻഡ് എസെൻഷ്യൽ ആണ് ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ഇവിടെ എന്താ പറയുന്നത്, there must be an intention among the parties to create a legal relationship. ഇവിടെ ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാണ് രണ്ട് പാർട്ടികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. If an agreement is not capable of creating a legal obligation is not a contract. ആ ഒരു എഗ്രിമെന്റ് എന്താണ്, ഒരു ലീഗൽ ഒബ്ലിഗേഷൻസിന് എന്താണ്, അതൊരു ക്യാപ്പബിൾ അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, there is not a contract. അതൊരു കോൺട്രാക്ട് ആയിരിക്കില്ല. അതായത് ഇവിടെ പറഞ്ഞതാണ്, if an agreement is not capable of creating a legal obligations. ഒരു എഗ്രിമെന്റ് ലീഗൽ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ക്യാപ്പബിൾ അല്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട്, അതൊരു കോൺട്രാക്ട് അല്ല എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് സോഷ്യൽ ഓർ ഡൊമസ്റ്റിക് എഗ്രിമെന്റ്, അതായത് സോഷ്യലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആണെങ്കിൽ ജനറലി ദർ ഈസ് നോ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഇവിടെ എന്താണ്, അപ്പോൾ അതായത് ഇവിടെ പറഞ്ഞ ഇൻ കേസ് ഓഫ് സോഷ്യൽ ഓർ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആണെങ്കിൽ, സോഷ്യൽ ഈ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് കേസിലാണെങ്കിൽ എന്താണ് പറയുന്നത്, ജനറലി ദർ ഈസ് നോ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. എന്താണ് അവിടെ ഒരു എന്താ പറയാ, ലീഗൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാതെ ഒരു ഇന്റൻഷനും ഇല്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, in an invitation to dinner there is no intention to create legal relationship and therefore it's not a contract. ഇപ്പൊ ഞാൻ എ ബിനെ ഡിന്നറിലേക്ക് വിളിക്കുകയാണ്, അവിടെ യാതൊരു ലീഗൽ എന്താണ് റിലേഷൻ ഒബ്ലിഗേഷൻസിന്റെ ആവശ്യമില്ല, അതൊരു കോൺട്രാക്റ്റ് അല്ല. ഇപ്പൊ എ ബിനെ വിളിക്കുകയാണ്, ഇന്ന് നൈറ്റിന് വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാൻ വരുന്നെന്ന് വിളിക്കുകയാണ്, അവിടെ ഒരു രീതിയിലും എന്ത് വേണ്ട, അവിടെ ഒരു ലീഗൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്താണ്, അവിടെ ഒരു കോൺട്രാക്റ്റും ഉണ്ടാവുന്നില്ല. ഓക്കെ, similarly certain agreement between husband and wife do not become contract because there is no intention to create a legal relationship. husband and wife ന്റെ കാട്ടിലും എന്താണ് ഒരു ലീഗൽ റിലേഷൻഷിപ്പിന്റെ ഇത് വരുന്നില്ല, certain agreement. പിന്നെ നമ്മൾ ലീഗൽ റിലേഷൻഷിപ്പ് വരുന്ന കേസുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ പറഞ്ഞു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതിൽ ലീഗൽ റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഡിന്നറിന് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ലീഗലായിട്ട് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഇന്റൻഷന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും രണ്ട് കമ്പനി, ഇപ്പൊ എ ആൻഡ് കമ്പനി ബി ആൻഡ് കമ്പനി തമ്മിൽ ടൈപ്പ് ആവുകയാണെങ്കിൽ അവിടെ ലീഗലി റിലേഷൻഷിപ്പിന് എന്താണ് ഒരു ആവശ്യം വരുന്നുണ്ട്, ഒരു ഇന്റൻഷൻ ഉണ്ട്. കാരണം അവർക്ക് ആ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചു പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. അല്ല നോർമൽ കേസിൽ നമുക്ക് ലീഗൽ റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. പക്ഷെ എന്തുണ്ട്, ഒരു കോൺട്രാക്റ്റ് ആയി മാറണമെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ലീഗൽ എന്താണ് റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ വേണം. ആ
ആ ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് വേണം ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയെടുക്കാൻ. ദെൻ തേർഡ് പോയിന്റ് ആണ് ഫ്രീ കൺസെന്റ്. എന്താണ് ഫ്രീ കൺസെന്റ്? ഫോർ എ കോൺട്രാക്ട് ടു ബി വാലിഡ് it is essential that there must be free and genuine consent of the parties to the contract. Genuine ആയിട്ടും അതുപോലെ തന്നെ എന്താണ് ഫ്രീ ആയിട്ടൊരു പാർട്ടീസിന് പെർട്ടിക്കുലർ പാർട്ടീസിന് ജെനുവിൻ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള കോൺസെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതൊരു വാലിഡ് ആയിട്ട് എഗ്രിമെന്റ് ആവണമെങ്കിൽ, വാലിഡ് ആയിട്ട് എഗ്രിമെന്റ് ആയി മാറണമെങ്കിൽ ആ പാർട്ടീസിന്റെ എന്ത് വേണം, ആ ഒരു പെർട്ടിക്കുലർ പാർട്ടീസിന്റെ എന്ത് വേണം, ഫ്രീ ആൻഡ് കോൺസെന്റ് എന്ത് വേണം, ഫ്രീ ആൻഡ് ജെനുവിൻ ആയിട്ടുള്ള കോൺസെന്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ തേർഡ് പോയിന്റ് ആണ് ഫ്രീ കൺസെന്റ്. ഫ്രീ കൺസെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർ എ കോൺട്രാക്ട് ടു ബി വാലിഡ്, ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദർ മസ്റ്റ് ബി ഫ്രീ ആൻഡ് ജെനുവിൻ കോൺസെന്റ് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിന് എന്തായിരിക്കും, ഫ്രീ ആയിട്ടുള്ള കോൺസെന്റ് എന്താണ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് സമ്മതം വേണം. ഓക്കെ, അല്ലാതെ കമ്പൽ ചെയ്തിട്ടൊന്നും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അവരെന്തായിരിക്കണം, ജെന്യൂൻ ആയിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു എന്താണ് കോൺസെന്റ് വേണം എന്നാണ് പറഞ്ഞത്. ദേ മസ്റ്റ് ഹാവ് മേഡ് ദ കോൺട്രാക്ട് ഓഫ് ദെയർ ഓൺ ഫ്രീ വിൽ ആൻഡ് നോട്ട് അണ്ടർ എനി ഫിയർ ഓർ പ്രഷർ. അതായത് ആ ഒരു കോൺട്രാക്ട് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ ഫ്രീ ആയിട്ട് ഉള്ള അവരുടെ സ്വമേധയാ വേണം, അല്ലാതെ കമ്പൽ ചെയ്തിട്ടോ പുഷ് ചെയ്തിട്ടോ പ്രഷർ ചെയ്തിട്ടോ അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടൊന്നും ഒരിക്കലും അത് ഉണ്ടാക്കരുത്. ഇവിടെ പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 14 പറയുന്നുണ്ട് കോൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ. ആ ഫ്രീ ആയിരിക്കണം, അല്ലാതെ കൊയേഷന്റെ പേരിലോ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ പേരിലോ ഫ്രോഡിന്റെ പേരിലോ മിസ് റെപ്രസെന്റേഷന്റെ പേരിലോ മിസ്റ്റേക്കിന്റെ പേരിലോ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമ്മതവും നമ്മൾ സമ്മതമായി കൂട്ടില്ല, അതും വാലിഡ് ആയിട്ട് കൂട്ടില്ല. വാലിഡ് ആവണമെങ്കിൽ ആ വ്യക്തിയുടെ ഫ്രീ ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള രീതിയിലുള്ള സമ്മതം തന്നെ വേണം. അല്ലാതെ സെക്ഷൻ 14 പറയുന്ന പോലെ എന്താണ് കൊയേഷന്റെ പേരിലോ അതുപോലെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ പേരിലോ ഫ്രോഡ് പേരിലോ മിസ് പ്രസന്റേഷൻ മിസ്റ്റേക്കിന്റെ പേരിലോ ഉള്ള സമ്മതിപ്പിക്കലൊന്നും ഒരിക്കലും നമ്മൾ എന്താക്കിയിട്ട് മാറ്റില്ല, ആ ഒരു കോൺട്രാക്ടിനെ വാലിഡ് ആക്കി മാറ്റിട്ടെന്നാണ് പറയുന്നത്. ദെൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, അതായത് ഫോർത്ത് പോയിന്റ് ആണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ഇതെന്താണ്, ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെന്റ് മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. എന്താണ് പറയുന്നത്, അതായത് എന്താണ്, ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെന്റ് എന്ന് പറഞ്ഞ മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. കഴിവുള്ള വ്യക്തികളായിരിക്കണം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം. ദേ മസ്റ്റ് ബി capable of entering into a contract. ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം. If any party to the contract is not competent to contract, the contract is not valid. അങ്ങനെ കഴിവില്ലാത്ത വ്യക്തികളാണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ഒരിക്കലും വാലിഡ് ആയിരിക്കില്ല. പിന്നെ എ ആൻഡ് ബി തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എയും ബിയും എന്താണ്, ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എന്താണ് ഏർപ്പെടാനുള്ള അർഹത കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അർഹത ഉള്ള ആൾക്കാരായിരിക്കണം അല്ലെ, ആ കഴിവുള്ള വ്യക്തികളായിരിക്കണം. അല്ലാത്ത ആൾക്കാർ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കരാർ ഉണ്ടാക്കാൻ പറ്റില്ല. ആ കരാർ ഒരിക്കലും എന്തായി മാറില്ല, വാലിഡ് ആയിട്ട് മാറില്ല. Now the question arises to who are competent to contract. ഇപ്പൊ നമ്മളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അപ്പൊ ആരാണ് കഴിവുള്ള വ്യക്തികൾ, കോൺട്രാക്റ്റിലേക്ക് വരാൻ കോമ്പിറ്റന്റ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതിന്റെ ആൻസർ എന്താണ്, ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് പ്രൊവൈഡ് ബൈ സെക്ഷൻ 11 തരുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ സെക്ഷൻ 11 തരുന്നുണ്ട്. ഓഫ് ദ ആക്ട് സേ ദാറ്റ് എവരി പേഴ്സൺ ഇൻ കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് ഹു ഈസ് ഓഫ് ഏജ് ഓഫ് majority according to the law to which subject and who is sound mind and is not disqualified from contracting by any law to which he is subject. അതായത് എന്താണ്, ഈ മൈനർ ആയിട്ടുള്ള 18 വയസ്സിന് മുകളിലായ ആൾക്കാരും സൗണ്ട് മൈൻഡുള്ള ആൾക്കാരും പിന്നെ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആൾക്കാരൊക്കെ എന്താണ്, അവർ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റിൽ വരാൻ പറ്റും. നമ്മളെന്താണ് ബുദ്ധിമാന്ദ്യമുള്ള ആൾക്കാർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ കോമ്പിറ്റ് ആക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 18 വയസ്സായ താഴ്ന്ന ആൾക്കാരൊന്നും അതിന് പറ്റില്ല. അത് സെക്ഷൻ 11 പറയുന്നുണ്ട്. ഇനി ലോഫുൾ കൺസിഡറേഷൻ എന്താണ്, ഫിഫ്ത്ത് പോയിന്റ് ആണ് ലോഫുൾ കൺസിഡറേഷൻ. എന്താണ് പറയുന്നത്, ആൻ എഗ്രിമെന്റ് മസ്റ്റ് ബി സപ്പോസ്ഡ് ബൈ കൺസിഡറേഷൻ. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ.
കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ സംതിങ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതിനാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ പ്രൈസ് പെയ്ഡ് ബൈ വൺ പാർട്ടി ടു ബൈ ദ പ്രോമിസ് ഓഫ് ദ അതേഴ്സ്. അതായത് ഇവിടെ കൺസിഡറേഷൻ പറയുമ്പോൾ എ ബിക്ക് കാറ് 20,000 രൂപയ്ക്ക് സെൽ ചെയ്യാന്ന് പറഞ്ഞു. എ ബിനോട് പറഞ്ഞു എന്റെ കാറ് 20,000 രൂപയ്ക്ക് ബിക്ക് സെൽ ചെയ്യാന്നുള്ളത്. അവിടെ ഒരു ഓഫർ ഉണ്ടായി, എ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. ആ കാർ കിട്ടിയ ഉടനെ 20,000 രൂപ ആര് സെൻഡ് ചെയ്തു? ബി എക്ക് സെൻഡ് ചെയ്തു. അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ദ എക്സാമ്പിൾ എ അഗ്രി ടു സെൽ ഹിസ് ബുക്ക് ടു ബി ഫോർ 50 റുപ്പീസിന് എ ബിക്ക് തന്റെ ബുക്ക് 50 രൂപയ്ക്ക് സെൽ ചെയ്യാന്ന് തീരുമാനിച്ചു. ഹിയർ ദ കൺസിഡറേഷൻ ഫോർ എ ഈസ് 50. ഇവിടെ എന്റെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബുക്കിന് ബി തിരിച്ചു കൊടുക്കുന്ന 50 രൂപയാണ് എന്റെ കൺസിഡറേഷൻ. എനിക്ക് നേരത്തെ കാറിന്റെ കാര്യം പറഞ്ഞു. എ ബിക്ക് 20,000 രൂപയ്ക്ക് കാറ് കൊടുക്കാന്ന് പറഞ്ഞു. കാറ് കിട്ടിയപ്പോൾ ബി 20,000 രൂപ എക്ക് കൊടുത്തു. ആ 20,000 രൂപയാണ് ആരുടെ കൺസിഡറേഷൻ? എന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബുക്കിന്റെ കാര്യത്തിൽ. ഓക്കെ, അതാണ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, കൺസിഡറേഷൻ ഇല്ലാത്ത ഒന്നിനെയും നമ്മൾ എന്താണ് ഒരു എന്തായിട്ട് കൂട്ടില്ല, ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആയിട്ട് കൂട്ടില്ല. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതൊന്നും ഇപ്പൊ എ ബിനോട് പറയാണ് ഞാൻ നിനക്ക് എന്റെ 20,000 ബൈക്ക് നിനക്ക് തരാന്ന് പറയാണ്. അവിടെ ഒരു ഓഫർ ഉണ്ടായി, ബി അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അവിടെ കൺസിഡറേഷൻ ഇല്ല. കാരണം 20,000 രൂപ വേണമെന്ന് ബിയോട് പറഞ്ഞിട്ടില്ല. ഫ്രീ ആയിട്ടാണ്, അതൊരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഈ ഗിഫ്റ്റ് കൊടുക്കണതിനൊന്നും ഒരിക്കലും ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിട്ട് അതൊക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അതാണ് ലോഫുൾ കൺസിഡറേഷൻ. ഇനി ലോഫുൾ ഒബ്ജക്റ്റ് എന്താണ്? The object of an agreement must be lawful. ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോഫുൾ ആയിരിക്കണം. An agreement made for any act which is prohibited by law will not be valid. For example, if a rent a house for നമുക്ക് അത് ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ഗാംബ്ലിംഗ് ഡെന്നിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ ചൂതാട്ടം നമുക്ക് പറയില്ലേ, അത് നെഗറ്റീവ് ആയിട്ടുള്ള ഗെയിമാണ്. ആ ഒരു ഗെയിമിന് വേണ്ടി ഒരു ഗാംബ്ലിംഗ് ഡെന്നിന് വേണ്ടിയിട്ട് തന്റെ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ലോഫുൾ ഒബ്ജക്റ്റ്, അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ലോഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു കോൺട്രാക്ട് വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. പിന്നെ എന്താണ്? ദ എഗ്രിമെന്റ് ഈസ് വോയിഡ് ബിക്കോസ് ദ ഒബ്ജക്റ്റ് ഓഫ് എഗ്രിമെന്റ് ഈസ് അൺലോഫുൾ ആണ്. അതെന്താണ്? അത് വോയിഡ് ആണ്. കാരണം അതിന്റെ ഒരു ആ കോൺട്രാക്ടിന്റെ എഗ്രിമെന്റ് അത് അൺലോഫുൾ ആണ്. കാരണം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വീട് കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഒരിക്കലും ലോഫുൾ അല്ല, അതെന്താണ്? void ആണ്. Okay, if the object is unlawful for any of the reason mentioned in section 23, the agreement shall be void. Section 23 പ്രകാരം മെൻഷൻ ചെയ്ത പ്രകാരം എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് void ആണ്. The consideration as well as the object of the agreement should be lawful. Okay. Agreement not expressly declared void. Agreement not expressly declared void. നമ്മുടെ 7th point ആണ് എന്താണ്? Agreement not expressly declared void. ഇവിടെ പറയുന്നത് എന്താണ്? The agreement must not have been expressly declared void under Contract Act. കോൺട്രാക്ട് ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോൺട്രാക്റ്റും നമുക്ക് ഒരു എഗ്രിമെന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. Then section 24 to 30 specify certain types of agreement which have been expressly declared void. അതായത് 24 മുതൽ 30 വരെയുള്ള ചില ടൈപ്സ് ഓഫ് എഗ്രിമെന്റ്, ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ അത് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? They are agreement in restraint of marriage, agreement in they are agreementuകൾ ഏതൊക്കെയാണ്? They are agreement in restraint of marriage, agreement in restraint of legal proceedings, agreement in restraints of trade and agreement by way of waivers. ഇതൊക്കെയാണ് എന്തായിട്ട് മാറുന്നത്? എക്സ്പ്രസ്ലി ഡിക്ലൈൻ ആയിട്ട് വോയിഡ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ agree to pay 10,000 to B if he does not marry throughout his life.
be promised not to marry at all. This agreement shall not be valid because it is a restraint of marriage which has been expressly declared void under section 26. ഈ ഒരു എഗ്രിമെന്റ് എ ബിക്ക് ഒരു 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും മാരേജ് ചെയ്യരുതെന്ന് കാണിച്ചിട്ട് എ ഓക്കെ എന്ന് പറഞ്ഞു, എ മാരേജ് ചെയ്തിട്ടില്ല. ഇതൊരിക്കലും നമുക്ക് എന്തായിട്ട് കൂട്ടാൻ പറ്റില്ല, ഈ എഗ്രിമെന്റ് നമുക്ക് ഒരിക്കലും വാലിഡ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം സെക്ഷൻ 26 പ്രകാരം ഇത് ഓൾറെഡി മാരേജ് എന്താണ്, അതൊരു റെസ്ട്രെയിൻ ഓഫ് മാരേജ് ഓൾറെഡി വോയിഡ് ആയിട്ട് പ്രഖ്യാപിച്ചതാണ്. ഓക്കെ, ഇനി സർട്ടനിറ്റി ഓഫ് മീനിങ്. Certainty of meaning. Section 29 of the Contract Act provides that agreement the meaning of which is not certain or capable of being made certain are void. Okay. Thus, to make a valid contract is absolutely essential that its terms must be clear and not vague or uncertain. Okay. എന്താണ് നമ്മുടെ certainty of meaning എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് മീൻസ് ഓഫ് സർട്ടനിറ്റി ഓഫ് മീനിങ്. ഒരു എക്സാമ്പിൾ നോക്കാം. എ അഗ്രി ടു സെൽ 100 tons of oil to B. എ എന്താണ് 100 ടൺ ഓയിൽ ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിയർ ഈസ് നോട്ട് ക്ലിയർ വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ ഈസ് ഇന്റൻഡഡ് ടു ബി സോൾഡ്. ഇവിടെ ഏത് കൈൻഡ് ഓഫ് ഏത് തരത്തിലുള്ള ഓയിലാണ് എ ബിക്ക് കൊടുക്കാമെന്നത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, therefore this agreement is not valid on the ground of uncertainty. അപ്പോൾ എന്താണ് ഇത് ഒരു വാലിഡ് അല്ല. അപ്പോൾ എന്താണ് certainty of meaning എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഇപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ് എ അഗ്രി ടു സെൽ 100 tons of coconut oil to B എന്ന് പറയുമ്പോൾ അവിടെ കോക്കനട്ട് ഓയിൽ ആണ്. അപ്പോൾ അതെന്താണ് certainty of meaning ആണ്. ഇതിപ്പോൾ ഏത് കൈൻഡ് ഓഫ് ഓയിൽ ആണെങ്കിലും ക്ലിയർ അല്ലാത്തത് കൊണ്ട് എന്താണ് അത് വാലിഡ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല, എന്താണ് അൺസർട്ടൈൻ ആണ്. ഓക്കെ, ഇനി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ് വൺ ആണ് 9th വൺ ആണ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഓക്കെ, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് the term of the agreement must also be such as capable of performance. പെർഫോം ചെയ്യാൻ capable ആയിരിക്കണം എന്താണ് ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. And agreement to do an act impossible in itself is void. അതായത് കഴിയാൻ സാധിക്കാത്ത ഇമ്പോസിബിൾ ആയുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്താണ് അസാധുവാണ്. ഇമ്പോസിബിൾ ആയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എപ്പോഴും എന്താണ് അസാധുവാണെന്നാണ് പറയുന്നത്. If the act is impossible of performance physically or legally, the agreement cannot be enforceable by law. അതായത് ഇവിടെ പറയുന്നത് എന്താണ് ഇഫ് ദ ആക്ട് ഈസ് ഇമ്പോസിബിൾ, അതായത് അത് ഇമ്പോസിബിൾ ആണെങ്കിൽ പെർഫോമൻസിന് ഇമ്പോസിബിൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എന്താണ് ഫിസിക്കലി ഓർ ലീഗലി, അതായത് ലീഗലി ഫിസിക്കലി അത് നമുക്ക് എന്താണ് പെർഫോം ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എന്താണ് ദ എഗ്രിമെന്റ് കാനോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. ആരും എന്താണ് പറയുക ഇത് എന്താണ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നാണ് പറയുന്നത്. ദ റീസൺ ഈസ് വെരി സിമ്പിൾ. അതിന്റെ റീസൺ എന്താണ് സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് ഫിസിക്കലി മെന്റലി ഒരു കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അതിന് ലീഗൽ ആയിട്ടുള്ള വാലിഡിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതെന്താണ് ഇമ്പോസിബിൾ ആണ്. The last one legal formalities. Last one 10th one ആണ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ടിന്റെ ലാസ്റ്റ് വൺ ആണ് എന്താണ് ലീഗൽ ഫോർമാലിറ്റീസ്. എന്താണ് യു ഹാവ് ലേൺ ദാറ്റ് ആൻ ഓറൽ എഗ്രിമെന്റ് ഈസ് ആസ് ഗുഡ് ആസ് റിട്ടേൺ എഗ്രിമെന്റ്. ഓക്കെ, ഓറൽ എഗ്രിമെന്റ് ആണ് റിട്ടേൺ എഗ്രിമെന്റിനേക്കാളും എന്താണ് നല്ലത്. The contract does not require that a contract must be written to be valid. പക്ഷെ എന്താണ് ഒരു കോൺട്രാക്ട് ഓറലി അല്ല എഴുതി തയ്യാറാക്കിയുള്ള എഗ്രിമെന്റ് ആണ്. നമ്മുടെ ഓറൽ കോൺട്രാക്ട് വാലിഡ് എന്താണ് വാലിഡ് അല്ല, പക്ഷെ എഴുതി തയ്യാറാക്കിയതാണ് വാലിഡ് എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ സം കേസ് ദ ആക്ട് ഹാസ് സ്പെസിഫൈഡ് ദാറ്റ് എഗ്രിമെന്റ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ റൈറ്റിംഗ്. സം എഗ്രിമെന്റ് മസ്റ്റ് ബി രജിസ്റ്റർഡ് ആസ് വെൽ ആസ് നമ്മൾ അതിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എഴുതി തയ്യാറാക്കിയതിനാണ് ഒന്നുകൂടി ലീഗൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ 10 എസെൻഷ്യൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിന് മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എന്താണ് ഏരിയ, ചോദിക്കാൻ ചാൻസ് അല്ല ചോദിക്കാൻ ഉറപ്പുള്ളൊരു എന്താണ് ഏരിയ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്. ഏതൊക്കെയായിരുന്നു? പ്രോപ്പർ ഓഫർ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർ അക്സെപ്റ്റൻസ്,
intention to create legal relationship, free consent, capacity of parties to contract, lawful consideration, lawful object, agreement not expressly declared void, certainty of meaning, possibility of performance and legal formalities. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിക് ടീമുമായിട്ട് ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.